പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കാരുണ്യവാനായ കർത്താവേ, ഞാൻ അങ്ങയെ സ്തുതിച്ച് ആരാധിച്ച് മാത്രപ്രതി അങ്ങേക്ക് നന്ദി പറയും. അങ്ങ് നൽകിയ ഈ ദിവസത്തെ ഓർത്ത് ഞാൻ അങ്ങയെ സ്തുതിക്കും. കാരുണ്യവാനായ കർത്താവേ, അങ്ങിലേക്ക് തിരിയാൻ വൈകരുതെന്ന് ഞങ്ങളെ ഓരോരുത്തരെയും നേതനം ഓർമ്മിപ്പിക്കുന്നതിനോർത്ത് നന്ദി പറയും. സമ്പത്തിൽ ആശ്രയിച്ചുകൊണ്ട് എനിക്ക് മതിയോളം സമ്പത്തുണ്ട്, ഇനി ആരെ ഞാൻ ഭയപ്പെടണമെന്ന് മേനി പറയുകയും സ്വന്തം കഴിവിൽ ആശ്രയിക്കുകയും ചെയ്തതെന്ന് ഞങ്ങളെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുന്നു. അങ്ങനെയുള്ളവനെ ശിക്ഷിക്കുമെന്നും പാപം ചെയ്തിട്ട് എനിക്ക് എന്ത് സംഭവിച്ചുവെന്ന് ചോദിക്കുന്നവരോട് കർത്താവെ അങ്ങ് ക്ഷമിക്കുമെന്ന് ഓർത്ത് വീണ്ടും വീണ്ടും പാപം ചെയ്യാതിരിക്കുവാനും അങ്ങയുടെ അതിരറ്റ ക്ഷമയെ ഒരിക്കലും ചോദ്യം ചെയ്യാതിരിക്കുവാനും ഞങ്ങളെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുന്ന കാരുണ്യവാനായ കർത്താവെ, ഓരോ ദിവസവും നാളെ നാളെ എന്ന് പറഞ്ഞുകൊണ്ട് കാര്യങ്ങൾ നീട്ടിക്കൊണ്ടുപോകാതെ തക്ക സമയത്തെല്ലാം ചെയ്യുവാൻ അങ്ങ് ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവിൽ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കാതെ പാപികളുടെ വഴിയിൽ നടക്കാതെ ഇരിക്കുന്നവനാണ് ഭാഗ്യവാനെന്ന് ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്ന കാരുണ്യവാനായ കർത്താവെ, ഇന്നേ ദിനത്തെ ഓർത്ത് നന്ദി പറയുന്നു. സ്വർഗരാജ്യം ലക്ഷ്യമാക്കി ജീവിക്കാൻ ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്ന കാരുണ്യവാനായ കർത്താവെ, ഇരു കൈകളുമുള്ളവനായി നരകത്തിൽ കെടാത്ത അഗ്നിയിൽ നിബന്ധിക്കുന്നതിനേക്കാൾ നല്ലത് അംഗവിഹീനനായി ജീവനിലേക്ക് പ്രവേശിക്കുന്നതാണെന്ന് ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ക്രിസ്തുവിനുള്ളവരായാൽ അവൻ്റെ നാമത്തിൽ ആരെങ്കിലും നിങ്ങൾക്കൊരു പാത്രം വെള്ളം കുടിക്കുവാൻ തന്നാൽ അതിന് പ്രതിഫലം ലഭിക്കാതിരിക്കില്ലെന്ന് ഞങ്ങളെ ഓർമ്മിപ്പിക്കും. അതുകൊണ്ട് ചെറിയവരെ പോലും അവഗണിക്കാതെ ഏൽപ്പിച്ച ജോലികൾ ചെയ്യുകയും അവർക്ക് ശുശ്രൂഷ ചെയ്യുകയും അങ്ങനെ ജീവൻ സ്വന്തമാക്കുവാനായിട്ട് ഞങ്ങളെ ഓരോരുത്തർ ഓർമ്മിപ്പിക്കുന്ന കർത്താവെ, ഉറകിട്ടുപോകാത്ത വിധത്തിൽ ജീവിതം നയിക്കുവാൻ തക്കവിധം ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണം. അങ്ങനെ സമാധാനത്തിൽ വർദ്ധിച്ചുകൊണ്ട് അങ്ങയുടെ സ്നേഹത്തിന് നിറവിൽ ജീവിക്കുവാൻ ഈ ദിവസത്തെ ഇതാ നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അങ്ങയുടെ കാരുണ്യ സ്നേഹവും ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞ് ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കുകയും വിശുദ്ധീകരിക്കുക അങ്ങനെ വഴിയിലൂടെ ഇന്ന് നടത്തുകയും ചെയ്യണം. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോ ആരാധന.